അതെ, നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാലുണ്ടല്ലോ കുന്നിക്കുരുവോളെങ്കിലും നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് നന്മയ്ക്കായിട്ടുള്ളതാണെങ്കിൽ അത് എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം. ഞങ്ങളുടെ ലാസ്റ്റിലേറ്റ് സെമിനാരി പള്ളിയിൽ പെരുന്നാൾ വന്നപ്പോൾ 10 കന്യകമാരുടെ സ്കിറ്റ് ഞങ്ങൾ അമ്മമാർ കൂടി ചെയ്തു കേട്ടോ. യൂട്യൂബിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ വീഡിയോ ആണെങ്കിലും ഞങ്ങളതിൽ ഞങ്ങളുടെ തന്നെ സൗണ്ടാണ് കൊടുത്തത്, കുറച്ച് പേരുടെ. അങ്ങനെ കൊടുത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്കൊരുപാട് സന്തോഷമുള്ള കാര്യമായിട്ടാട്ടോ ഫീൽ ചെയ്തേ. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, നമ്മുടെ ചില സന്തോഷങ്ങൾ നമ്മുടെ ചുറ്റും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന, നമ്മുടെ സന്തോഷങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന നല്ല കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിനെ സഹായിക്കാൻ പറ്റിയ ആരെങ്കിലും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ നടക്കും എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഓ, ഒന്ന് നിർത്തരി. നീ ഇത്ര നേരം എവിടെയായിരുന്നോ? ഓ, മലയാളമായിരുന്നോ? എന്റെ അമ്മയെ, സ്വന്തം ഭാഷയായോണ്ട് ഒരു റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. ഇതൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റാലോ അല്ലേ? ഓ, നീ ആമസോണിലോ നെറ്റ്ഫ്ലിക്സിലോ എവിടെയെങ്കിലും കൊണ്ട് പോസ്റ്റിക്കോ. എന്താ പറ്റിയെന്ന് പറ. 10 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസറിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരെ ഞാൻ മനസ്സിലാവുന്നു. റീൽസ്, സ്റ്റോറീസ്, ഷോർട്സ്, പാൻസ്, ജീൻസ്. പാൻസും ജീൻസോ? അല്ലല്ലല്ല, ഫാൻസ്. അതൊക്കെ വിട്. പിന്നെ മണവാളം വരാറായോ? കട്ട് വെയിറ്റിംഗ് ഫോർ മണവാളൻ എന്നൊരു ക്യാപ്ഷൻ കൂടി ഇട്ടാൽ പൊളിക്കും. മിനിമം ഒരു 1K ലൈക്കെങ്കിലും വാങ്ങി. അത് പേടിയാകും. വരൂ, നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. നമ്മുടെ വൈബിനൊത്ത് നല്ല സൗഹൃദങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. അതൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രം കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന അങ്ങനെയുള്ള സൗഹൃദങ്ങളൊന്നും നമ്മളെ നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ഇങ്ങനെയൊരു സൗഹൃദം ചുറ്റിലും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഓരോ വർഷവും പെരുന്നാളിന് സ്കിറ്റും ഡാൻസും ഒക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അവിടെ ഞങ്ങൾക്ക് പ്രായമോ ഞങ്ങളുടെ വിദ്യാഭ്യാസമോ മറ്റു കാര്യങ്ങളൊന്നും അതിൽ വരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതൊന്നും നോക്കാതെയാണ് ഞങ്ങൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടുന്നതും ഡാൻസിനും സ്കിറ്റിനും എല്ലാത്തിനും പഠിക്കുന്നതും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടുന്നൊരു എനർജി എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ നമുക്കുള്ള കൊച്ചു കൊച്ചു കഴിവുകളൊക്കെ നമ്മുടെ പ്രായമൊന്നും നോക്കാതെ അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് മിനുക്കി അതിൻ്റെ മാറ്റു കൂട്ടിയെടുക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. എന്തിനാന്നേ നമ്മുടെ സമയം നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തുന്നത്?